കുറച്ച് ദിവസങ്ങൾ പിന്നിലേക്ക് ഇതുപോലെ സഞ്ചരിച്ചാൽ എൻ്റെ ഒരു കമ്മലിലാണ് നഷ്ടപ്പെട്ടു പോയൊരു കഥയുണ്ട്. അത് ഞാൻ ഇന്ന് മാർഗരറ്റ് ടീച്ചറുമായിട്ട് സംസാരിച്ചു. അപ്പോഴാണ് ടീച്ചർ പറഞ്ഞത്, നമ്മുടെ സെൻറ്റ് ജോർജ് കുരിശടിയിൽ ഒന്ന് വന്ന് നേർച്ചയിട്ട് പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കുമെന്ന്. കയ്യോടെ സഹതായോട് കാര്യം ധരിപ്പിച്ചേക്കാം എന്ന് കരുതി നേരെ കുരിശടിയിലേക്ക്. ഉള്ളിലേക്ക് കടന്നപ്പോൾ ആ കണ്ണാടിയിൽ ഒരുപാട് നഷ്ടങ്ങളുടെ വലിയ നീണ്ട നിര തന്നെ കണ്ടു. എനിക്ക് പണ്ടേ വോയിസ് ടൈപ്പിംഗ് ആണ് ഇഷ്ടം, അതുകൊണ്ട് ഞാനൊന്നും എഴുതിയില്ല, എല്ലാം പറഞ്ഞിട്ടുണ്ട്. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്നല്ലേ കിട്ടും. കിട്ടണമല്ലോ. മുന്നേ കണ്ട വീഡിയോയുടെ തുടർച്ചയായി ഈ ഒരു ഡയലോഗ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഞാനും ബിനോയിച്ചാനും ഒരു വഴിവരെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഹെലൻ്റെ ഒരു ഫോൺ കോൾ. അമ്മയ്ക്ക് സന്തോഷമുള്ളൊരു കാര്യമുണ്ട് എന്ന്. അതെന്തായിരിക്കുമെന്ന് ഇപ്പോൾ ചിലർക്കെങ്കിലും മനസ്സിലായി കാണും. കഴിഞ്ഞ മാർച്ച് 7-ാം തീയതി ഞാനും മാർഗരറ്റ് ടീച്ചറൂടെ ഇവിടം വരെ ഒന്ന് വന്നിരുന്നു. എൻ്റെ കമ്മലിൻ്റെ ആണി നഷ്ടപ്പെട്ടു പോയി. അപ്പം അതിന് സഹതായെ കണ്ടെന്ന് പറഞ്ഞാൽ മതി എന്ന് മാർഗരറ്റ് ടീച്ചർ പറഞ്ഞതനുസരിച്ച് എൻ്റെ വിഷമം ഇവിടെ പങ്കുവെക്കാനായിട്ടായിരുന്നു വന്നത്. എനിക്കെന്തായാലും ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നത് എനിക്ക് തിരിച്ചു കിട്ടുമെന്നുള്ളതിന്. വീട് മൊത്തവും പല തവണയായിട്ട് ഞാൻ ക്ലീൻ ചെയ്ത് നോക്കി ഈ ഒരു ആണിക്ക് വേണ്ടി, എന്നിട്ടും കിട്ടിയില്ല. പക്ഷേ എന്നാലും എനിക്ക് നിരാശ ഉണ്ടായിരുന്നില്ല, അത് കിട്ടും എന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ അടുക്കിപ്പറക്കിൽ ഹെലൻ അത് കിട്ടി. എൻ്റെ ഗിവറി സഹതായിക്കും ഒപ്പം എന്നെ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ട മാർഗരറ്റ് ടീച്ചറിനും ഒരുപാട് താങ്ക്സ്. ഹെലനെ, എന്തിയെ കിട്ടിയ സാധനം? ഈ ഫെബ്രുവരി 25-ാം തീയതി കല്യാൺ ജ്വല്ലറിയിൽ നിന്ന് മിലൻകുട്ടന് വേണ്ടി പോയി വാങ്ങിച്ച കമ്മലായിരുന്നു. ആ കമ്മൽ പുതുതായി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കുഞ്ഞിൻ്റെ ചെവിയിലോട്ട് ഇട്ട് കൊടുക്കാനായി പിടിക്കുമ്പോൾ തന്നെ ആ ആണി താഴോട്ട് വഴുതി പോവുകയായിരുന്നു. ആ പുത്തൻ കമ്മൽ ഒന്നിടാൻ പോലും പറ്റിയില്ല. ഇന്ന് ആ പുതിയ കമ്മൽ ഞങ്ങൾ കാതിലണിയും.